നമസ്തേ. ഇപ്പോൾ പല പേരൻസും വന്ന് കുട്ടികളുമായിട്ട് വന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഡോക്ടറെ പല സാധനങ്ങൾ അവന് മേടിച്ചു കൊടുക്കണു. അതിനൊന്നും ഒരു വിലയില്ല. ഇന്ന് മേടിക്കും നാളെ അത് കേടാവും. ഇല്ലെങ്കിൽ അവന് പിന്നെ പുതിയൊരു സാധനം വേണം. അങ്ങനെ പല പല സാധനങ്ങൾ. കാരണം ഓരോ ഏജിലും ഓരോ സാധനങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ട് വരിക. ഇപ്പോൾ 5-ാമത്തെ വയസ്സിലെ സാധനമല്ല അവർക്ക് 10 വയസ്സാകുമ്പം 15 വയസ്സാകുമ്പം ചിലപ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും മേടിച്ചു കൊടുക്കേണ്ടി വരിക. അപ്പോൾ പൊതുവേ ഞാൻ പറയുന്നത് കുട്ടികൾക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ കാശിൻ്റെ വില അറിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ പണ്ട് കാലത്ത് കുട്ടികളോട് ഒരു 10 കൊല്ലം മുമ്പ് കുട്ടികളോട് ചോദിച്ചാൽ ഇതെവിടുന്ന് കിട്ടും, അല്ലെങ്കിൽ കാശ് എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ആദ്യം പറയുന്നത് അച്ഛൻ്റെ പേഴ്സിലുണ്ട് എന്ന് പറയും. അതായത് പേഴ്സിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നതാണ് കാണുന്നത്. അതിന് ശേഷമുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം മുമ്പുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഈ കാർഡ് കൊണ്ടൊരു മെഷീനിലിട്ട് ആ മെഷീൻ കാശ് തരൂലേ, മെഷീനിൽ കാശുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് എവിടുന്നാ കാശ് കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധനം എവിടുന്നാ കിട്ടാന്ന് ചോദിച്ചാൽ അച്ഛാ ഫോൺ എടുത്ത് ഇങ്ങനെ കുത്തിയാൽ ആ ചേട്ടൻ കൊണ്ടു തരില്ലേ എന്ന് ചോദിക്കും. അതായത് ആമസോണിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ കാർട്ടുകളിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതായത് കുട്ടികൾ ആ ക്യാഷ് പോകുന്നതായിട്ട് അറിവില്ല, നമുക്കും അറിവില്ല. നമ്മളും കമ്പാരിറ്റീവ്ലി നോക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി എന്നുള്ളൊരു ഫീല് നമുക്ക് വരുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ടൊരു കാര്യം ആ ഒരു ഫീലിംഗ്, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഫീലിംഗ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ കുട്ടികൾക്കും ആ ഒരു ഫീൽ ഉണ്ടാവണം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 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 എന്താ പറയുക, അതിൻ്റെ വാല്യൂ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ എൻ്റെ മോന് ഒരു ചെറിയൊരു ബോക്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ 3 അറകളാണ് ഉള്ളത്. അതിലൊന്ന് നമുക്ക് സ്പെൻഡ് എന്നുള്ള പറഞ്ഞിട്ടൊരു അറ, ഇത് നിങ്ങൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാവാം. 2 നമുക്ക് സേവ് എന്ന് പറഞ്ഞ അറ. 3-ാമത്തെ ഒരു അറയുള്ളത് ഗിവ് ആണ്, അതായത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അറയാണ്. അപ്പം അവന് ഓരോ ടാസ്കുകൾ നമ്മൾ കൊടുക്കുമ്പോഴും അവനൊരു റിവാർഡ് പോലെ, നമ്മളൊരു പോക്കറ്റ് മണിന്നോ അല്ലെങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ഒരു റിവാർഡ് നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവൻ എന്താണോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാവിലെ എഴുന്നേക്കാൻ കുട്ടികൾക്ക് മടിയാണ്. ഒരു കാര്യം ചെന്നാൽ ഒരു രാവിലെ 7 ദിവസം അടുപ്പിച്ച് ഒരു 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഒരു എമൗണ്ട് നമ്മൾ തരാം. ഈ എമൗണ്ട് പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുട്ടികൾക്ക്. ഇപ്പോൾ ഉള്ള മുതിർന്നവർക്ക് പോലും കാശ് എങ്ങനെ വിനിയോഗിക്കണം എന്നറിയില്ല, സമ്പാദിക്കാനും അറിയില്ല, അതെങ്ങനെ വിനിയോഗിക്കണം എന്നും അറിയില്ല. ഇത് കൊച്ചുനാളിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ സപ്പോസ് ഒരു കുട്ടിക്ക് നമ്മളൊരു 7 ദിവസത്തെ ടാസ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു 1000 രൂപ അല്ലെങ്കിൽ 100 രൂപയാണെങ്കിൽ, ഈ 100 രൂപയിൽ 40 രൂപ ആ കുട്ടി അവൻ്റെ സ്പെൻഡിന് വേണ്ടിയിട്ട്, അതായത് അവൻ എന്തെങ്കിലും ആവശ്യം മേടിക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണം 40 രൂപ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ 40% കാശ് ഉപയോഗിക്കാൻ. 40% അവൻ ഉപയോഗിക്കേണ്ടത് അവന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ നാളേക്കുള്ള ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഭാവിയിൽ വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേണം 40% ഉപയോഗിക്കാൻ. ബാക്കി 20% അവൻ ഗിവ്, ആവശ്യക്കാരന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവൻ്റെ സഹപാഠിക്ക് ഒരു പെൻസിലോ ബുക്കോ മേടിക്കാൻ കാശില്ലെങ്കിൽ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇത് നമ്മുടെ ധാരണ എന്താ പറയുക, സേവനം ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർ, നമ്മുടെ ലുലുവിൻ്റെ MD യൂസഫ് അലി അല്ലെങ്കിൽ അദാനി ഇങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതാണെന്നാണ് നമ്മുടെ ധാരണ. അതിന് പകരം നമ്മളാൽ കഴിയുന്നത്, എനിക്കൊരു 100 രൂപ ഇന്ന് കിട്ടിയാൽ ആ 100 രൂപയിൽ എത്രയാണ് എനിക്ക് വേണ്ടത്, എത്രയാണ് നാളേക്ക് വേണ്ടത്, എത്രയാണ് ബാക്കിയുള്ളവന് സഹായിക്കാൻ വേണ്ടത്, ഇത് നമ്മൾ കുഞ്ഞുനാളിലെ ശീലിപ്പിച്ചാൽ. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവനൊരു സാധനം മേടിക്കണമെങ്കിൽ അവൻ ആദ്യം നോക്കുന്നത് അവൻ്റെ സ്പെൻഡിൽ എത്ര രൂപയുണ്ട്. ഈ സ്പെൻഡിൽ എത്രയുണ്ടോ അത്രയല്ലേ എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത് മാത്രമല്ല, ആ എമൗണ്ട് കളക്ട് ചെയ്യാൻ പലപ്പോഴും പലരും പറയാറുണ്ട്, അപ്പം കാശിന് വേണ്ടി എല്ലാം ചെയ്യില്ലേ എന്നുള്ളത്. സത്യത്തിൽ കാശെന്ന് പറയുന്നത് ദോഷമുള്ളൊരു സാധനമല്ല. നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് കാശെന്ന് പറയുന്നത് എന്തോ കാശുണ്ടാക്കുന്നത് ദോഷമാണെന്നൊക്കെയാണ്. പക്ഷേ കാശുണ്ടാക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. ആ കാശ് എങ്ങനെ പ്രയോഗിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ അത് ഉപയോഗിക്കണം എന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക ആണ് ഒരു പേരൻറ്റിൻ്റെ ജോലി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനൊരു സാധനം മേടിക്കുമ്പോൾ അവൻ പെയിൻ എടുത്ത് അവൻ ഉണ്ടാക്കിയ കാശിൽ നിന്നാണ്. അല്ലെങ്കിൽ അവൻ ഇപ്പോൾ രാവിലെ 7 ദിവസം വെളുപ്പിനെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അവൻ എന്തോ ഒരു എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയ അവൻ്റെ റിവാർഡാണ്. ഈ റിവാർഡ് അവൻ ഉപയോഗിക്കുന്ന എമൗണ്ട് സ്വാഭാവികമായിട്ടും അവനത് വാല്യൂഡ് ആയിട്ടേ ഉപയോഗിക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അവൻ്റെ സ്പെൻഡിലെ മണി അവൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു എന്താ പറയുക, തമാശയ്ക്ക് മേടിക്കുന്ന ഒരു സാധനത്തിന് അവൻ സ്പെൻഡ് ചെയ്യില്ല. അവൻ പറയും, അച്ഛാ അതിനൊന്നും സ്പെൻഡ് ചെയ്യണ്ട, ഇതെനിക്ക് വേറൊരു ആവശ്യത്തിന് വെച്ചിരിക്കുക.
ആ ആവശ്യം കണക്കാക്കി അവ മേടിച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു മണിക്ക് വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സേവ്. ഈ സേവ് എമൗണ്ട് നമുക്ക് അവൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു RDയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചാൽ ബാക്കി 20% ഇത് നമുക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുള്ളതല്ലേ. ഈ ഫീല് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പേരൻറ്റിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ കഴിയുന്നതും ഇങ്ങനൊരു ശീലം കുട്ടികൾക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയിക്കുക. നമസ്തേ.